റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള വനിതാ NCC ബാൻഡ് ടീം എത്തുന്നു. ആദ്യമായിട്ടാണ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്ന് വനിതാ ബാൻഡ് ടീമിന് പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത്. ഏറെ കടമ്പകൾക്കൊടുവിൽ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് 18 പേരുണ്ട്. അതിൽ കേരള NCC ബറ്റാലിയൻ നമ്മോട് സംസാരിച്ചു ആ കാര്യത്തെക്കുറിച്ച്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന് അഭിമാനിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട്. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ വനിതാ ബാൻഡ് സംഘം പരേഡിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ഇത്തവണത്തെ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായാണ് വനിതാ ടീം പരേഡിൽ പങ്കെടുക്കുന്നത് ന്യൂമാൻസ് കോളേജിലെ. ഇപ്പോൾ ആ ടീമിനെ നയിക്കുന്ന രാധിക നമുക്കൊപ്പം ചേരുകയാണ്. ഏറെ അഭിമാനകരമായ നിമിഷം കൂടിയാണ്. അതെ, ഒത്തിരി സന്തോഷം, അഭിമാനമുണ്ട്. ഈ റിപ്പബ്ലിക് ദിനത്തിന് ഇവിടെ ആയിരിക്കുക എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ TV കൂടെ മാത്രം കാണുന്നൊരു സ്വപ്നമാണ്. ശരിക്കും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ാണ് ബാൻഡിന്റെ രൂപീകരണം. 8 വർഷത്തെ കഠിനാധ്വാനം, ഒടുവിൽ രാജ്യതലസ്ഥാനത്ത് സ്വപ്ന സാക്ഷാത്കാരം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 28 കേഡറ്റുകൾ, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ 9 കേഡറ്റുകൾ, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെയും കോതമംഗലം MA കോളേജിലെയും 4 വീതം കേഡറ്റുകളടക്കം 48 പേർ അടങ്ങുന്നതാണ് 18 കേരള ബറ്റാലിയൻ ബാൻഡ് ടീം. ദേശീയ തലത്തിലെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. കപൂർത്തലയിൽ നിന്നുള്ള ബറ്റാലിയനെ പിന്തള്ളിയാണ് 18 കേരള ബറ്റാലിയന്റെ മുന്നേറ്റം. കേരളത്തിലെ മൊത്തം പ്രതിനിധീകരിച്ച് ഈ 45 പേര് മൊത്തം പ്രതിനിധീകരിച്ചെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ഈ RDCയിലെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഒരു ബാൻഡ് വരുന്നത്. അതൊരു 18 ബാൻഡുകളോളം കോമ്പീറ്റ് ചെയ്ത് അതിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആവശ്യമായ സംഗീത ഉപകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഏറെ പ്രതിസന്ധികളും കഷ്ടപ്പാടും അതിജീവിച്ചാണ് ഈ ചുവടുവയ്പ്. തുടക്കത്തിൽ കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇൻക്ലൂഡഡ് ആയി. ഞങ്ങളിപ്പോ ഒറ്റ കെട്ടായിട്ട് ഇവിടം വരെ പോരാടി ഇവിടം വരെ എത്തി. ഞങ്ങള് ഹാപ്പിയാണ്. ഞങ്ങള് അഭിമാനത്തോടെ പറയണു. 45 പേരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പൊ 4 കോളേജിൽ നിന്ന് വന്നാണെങ്കിലും ഇപ്പൊ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം മുൻപേ ഡൽഹിയിലെത്തിയ ടീം അവസാനഘട്ട പരിശീലനത്തിലാണ്. കഷ്ടപ്പെട്ടാൽ അവസാനം വിജയം ഉറപ്പ് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ ടീം നമുക്ക് നൽകുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത VG 24.